ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനം 260 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ കർത്താവ് യേശു ഒലിവുമലയിൽ വെച്ച് പറഞ്ഞിരിക്കുന്നതിന്റെ 12 ഭാഗത്തേക്ക് മത്തായി സുവിശേഷം 27 അധ്യായത്തിന്റെ 37 വാക്യം, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകും. എന്താ നോഹയുടെ കാലം എന്ന് പറയുന്നത്? ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് ഇവരുടെ പാപം പെരുകിയെന്ന് പറഞ്ഞാൽ ലക്കിൽ ലഗാനുമില്ലാതെ ഒരു നിയന്ത്രണമില്ലാതെ അവരുടെ പാപം അങ്ങോട്ട് പെരുകി. പാപം പെരുകുന്നതിന്റെ പ്രധാനമായ കാര്യം മനുഷ്യന്റെ നിരൂപണങ്ങളാണ്. അവൻ നല്ല നിരൂപണങ്ങളാണെങ്കിൽ നല്ലത് വരും, മോശം നിരൂപണമാണെങ്കിൽ മോശമായ കാര്യം വരും. ദൈവം പറഞ്ഞു, ഈ പാപ സ്വഭാവം കൊണ്ട് മനുഷ്യനെ നശിപ്പിക്കുന്നത് ആവശ്യമായി അവന്റെ മോശമായ നിരൂപണങ്ങളും അവന്റെ പ്രവർത്തികളും. മനുഷ്യൻ അത്രമാത്രം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിയത് കൊണ്ട് ദൈവം അനുദപിച്ചു. അതെ, ഉൽപ്പത്തി പുസ്തകം 6:6. ദൈവത്തിന്റെ ഹൃദയത്തിന് ദുഃഖമായി മാറി. ദൈവത്തിന് ഹൃദയമുണ്ടെന്ന് അവിടെ പറയുന്നത്. അതുകൊണ്ടൊക്കെയല്ലേ ഇവിടെ മനുഷ്യൻ ജീവിക്കുന്നത്. ദൈവം തീരുമാനിച്ചു, ഞാൻ ഭൂമിയെ നശിപ്പിച്ചു കളയാൻ തീരുമാനിച്ചു. ദൈവം ഒരു കാര്യം ചെയ്തു. അതിനുവേണ്ടി ദൈവം ഒരു പ്രാസിംഗിനെ കണ്ടു. അദ്ദേഹത്തിന്റെ പേരാണ് നോഹ. നീണ്ട നാള് പ്രസംഗിച്ചു. വർഷമൊന്നും പറയുന്നില്ല, നീണ്ട നാള് പ്രസംഗിച്ചു. ഏകദേശം തന്റെ പെട്ടകത്തിന്റെ പണിയുടെ പൂർത്തീകരണം വരെയും താൻ പ്രസംഗിച്ചു നടന്നു. യഹോവ ദൈവം പറഞ്ഞ് കയറിക്കോളാൻ പറഞ്ഞ സംഭവങ്ങൾ നമുക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം ചുരുക്കി അവസാനിപ്പിക്കുന്നു. നോഹയുടെ കാലത്തെ പറ്റി പറയുന്നത്, തിന്നു കുടിച്ചു വിവാഹം കഴിച്ചു. അതിനെന്തെങ്കിലും തെറ്റുള്ളത്? നമ്മൾ എതിച്ചല്ലോ. തിന്നുക, കുടിക്കുക, വിവാഹം കഴിക്കുക, അതിനെന്തെങ്കിലും തെറ്റുള്ളത്? പക്ഷെ ഉണ്ട്. അവര് കാര്യം പറയുന്നുണ്ട്, വിവാഹത്തിന് കൊടുത്തും പോരുന്നു. അവിടെയാണ് ഇച്ചിരി ബുദ്ധിമുട്ട്. കല്യാണം കഴിച്ചവരെ അത് പഴയ തർജിമയിൽ, അതുമാത്രമല്ല ചരിത്രങ്ങളിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവാഹം കഴിച്ചവൻ തന്റെ ഭാര്യയെ കൊണ്ടുപോയി വിൽക്കുന്ന പദ്ധതി അന്ന് ഉണ്ട്. പക്ഷെ ഇന്നും ചില രാജ്യത്തെ ചില സ്ഥലങ്ങളിൽ ഭാര്യമാരെ വിൽക്കുന്ന സമ്പ്രദായം നടന്നുകൊണ്ടിരിക്കുന്നു. അത് പഴയ കാലത്തെ ആരംഭിച്ച സംഭവമാണ്. അത് നോഹയുടെ കാലത്താണ് ഈ മഹാപാപം അവിടെ തുടങ്ങുന്നത്. ദൈവത്തിന് ഏറ്റവും അനിഷ്ടമായ കാര്യമാണ് സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കുന്നത്. മലാഖി പ്രവാചകൻ പറയുന്നു, ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു. അന്നത്തെ കാലത്തെ പോലെ ഒരു അധപ്പതനമാണ് ഇന്ന് നടക്കുന്നത്. ഇപ്പോൾ നമ്മളെ സോഷ്യൽ മീഡിയയിലൂടെയും പത്രങ്ങൾ കേൾക്കുന്നതായ ഒരു വിവരം,
അനേക കുടുംബങ്ങളെ, തകർന്ന കുടുംബങ്ങളെ നന്നാക്കിയ, ഞാൻ പേര് താല്പര്യപ്പെടുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാര്യയും ഭർത്താവും ഒത്തിരി കുടുംബങ്ങളെ നന്നാക്കിയ അവർ യേശുവിന്റെ നാമത്തിലേക്കാണ് പറയുന്നത്. പക്ഷെ അതിനകത്ത് ഭർത്താവ് പറയുന്ന കാര്യമുണ്ട്, എന്റെ ഭാര്യ കണ്ടമാനം മദ്യം കുടിക്കുന്നു. ഒടുവില് അവർ തമ്മിൽ ഇടിയായി. കാര്യമെന്താ? അനേക കുടുംബ ജീവിതങ്ങളെ നന്നാക്കാൻ പോയ ഇവരുടെ അധപ്പതനം നോക്കിക്കോണം. വല്ലാത്തൊരു അധപ്പതനം തന്നെയാണ്. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിക്കുന്നു. എനിക്ക് ഒരു ചെറിയൊരു ആലോചന പറയാനുള്ളത്, ദൈവത്തെ ഓർത്തെ ഭാര്യഭർത്താക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടില്ല, ആയി സ്വപ്നേ ഉള്ളൂ. പിന്നെ ഇന്ന് ദിനപത്രങ്ങൾ വായിക്കുമ്പോൾ ഭാര്യമാരെ കൊല്ലുന്ന നരാധവന്മാർ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇവന്റെയൊക്കെ ആഗ്രഹം എന്ന് പറയുന്നത്, തന്റെ സ്വന്തം ഭാര്യയെ കൊന്നു കഴിഞ്ഞാൽ വേറെ ആരെയോ കണ്ടുവച്ചിട്ടുണ്ട്, കല്യാണം കഴിക്കാമെന്നുള്ള വ്യാമോഹമാണ്. എന്റെ സുഹൃത്തെന്ന് പറയാൻ തെറ്റി, പ്രിയ സഹോദര, ഈ ഒരു കാര്യം ഓർത്തുകൊള്ളുക, അത് നടക്കുകയില്ല. അതിനു മുമ്പേ പോലീസ് ഡിപ്പാർട്ട്മെന്റ് പിടിക്കും, കോടതി ഹാജരാക്കും, പിന്നെ ജയിലിലിടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളുകൾ വിചാരിക്കുന്ന ഈ ഒരു ഭാര്യയെ കൊന്ന പന്നല്ല. അത് ആ കുറ്റത്തിന്റെ വലിപ്പം അനുസരിച്ച് ചിലപ്പോൾ മരണം വരെ ഇടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മര്യാദയ്ക്ക് ജീവിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരിഹരിക്കുക. അല്ലാതെ തമ്മിലടിക്കുകയും, അങ്ങനെ തമ്മിലടിച്ച കുടുംബത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ് ക്രിമിനലായിട്ട് മാറുന്നത്. അപ്പന്റെ അമ്മയുടെയും ഈ ജീവിത കണ്ടിട്ട് അവർ മനം തകർന്ന് അങ്ങനെയാണ് ക്രിമിനലുകൾ പുറത്തു വരുന്നത് എന്നും കൂടെ ചെറുതായിട്ട് ഓർപ്പിച്ചു. ഇന്ന് കൊലപാതകങ്ങൾ വർദ്ധിക്കുകയാണ്, എന്നും കേൾക്കാം. പത്രം തുറന്നാല് കൊന്നു എന്നല്ലേ ഉള്ളൂ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, മനുഷ്യന്റെ ജീവൻ ദൈവമാണ് അവൻ ജീവൻ കൊടുത്തിരിക്കുന്നത്. അവൻ എത്ര വയസ്സും ജീവിക്കണമെന്ന് ദൈവത്തിന്റെ തീരുമാനത്തിലുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും വല്ലവനെ കൊല്ലാനായിട്ടുള്ള പദ്ധതി ഉണ്ടെങ്കിൽ ഇന്ന് അവസാനിപ്പിക്കുക. ഒരുവന്റെ ജീവൻ ദൈവമാണ് എടുക്കുന്നത്. നീ ഒരുവന്റെ ജീവൻ എടുത്തു കഴിഞ്ഞാൽ നിന്റെ ആയുസ്സിന്റെ മുമ്പേ ദൈവം നിന്റെ ജീവനെ എടുത്തുകൊള്ളുമെന്നുള്ള ദൂതോടെ ഓർത്തുകൊള്ളുക. കാരണം മഹാദൈവം ഇതെല്ലാം നന്നായിട്ട് ഗ്രഹിക്കാനും അറിയാവുന്ന മഹാദൈവത്തിന്റെ മുമ്പിലാണ് സകല ജാതി മതസ്ഥരുമായിരിക്കുന്നത്. ഈ കാലമെന്ന് പറയുന്നത് നോഹയുടെ കാലം പോലെയുള്ള കാലമായിരിക്കുന്നു. അതുകൊണ്ട് എന്താണ്, ദൈവം തമ്പുരാന്റെ വരവ് അടുത്തു കഴിഞ്ഞു. പ്രവചനങ്ങളൊക്കെ നിറവേറിക്കൊണ്ടിരിക്കുന്നു. സംഭവങ്ങൾ ഓരോന്നോരോന്നായി നടക്കുന്നു. ഒത്തിരി പ്രവചനങ്ങളുണ്ട്. ഒറ്റ പ്രവചനമാണ് ഇസ്രായേലിന്റെ വളർച്ച. ഞാന് ബൈബിളിലൂടെ പറയുന്നത്, കർത്താവിന്റെ വരവ് അടുത്ത സുഹൃത്തേ, ആരെങ്കിലും രക്ഷയിലേക്ക് കടന്നു വരുന്ന നല്ല അവസരമാണ്. മറക്കരുതേ, യേശു മാത്രമാണ് രക്ഷകൻ. സകലത്തിന്റെ സകലവുമായ നമ്മുടെ കർത്താവിന്റെ കാഹളം കേൾക്കാറായി. പോകുവാൻ തയ്യാറാകുക. ഞാനെന്നും പറയുന്നൊരു കാര്യമാണ്, ഭാരതത്തിലെ ഒരു വലിയ ഉണർവുണ്ടാകുന്നു. ആയിരങ്ങൾ പലയിടങ്ങളിൽ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അതിലംഗമാകൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.